എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഹൈ ക്വാളിറ്റി വാഹനമായിട്ടാണ്. ഇത് 2018 മാനുഫാക്ചറിങ് 18 രജിസ്ട്രേഷനിലുള്ള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വെറും 95,000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന ഇന്നോവ ക്രിസ്റ്റ 2.8 Z വേരിയന്റിലുള്ള വാഹനമാണ്. ഇതിന്റെ സീറോ ഡെപ്പ് ഇൻഷുറൻസ്, ഫുൾ കവർ ഇൻഷുറൻസ് ഈ വർഷം അവസാനം വരെ വാലിഡ് ആണ്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമുക്ക് പതിവ് പോലെ വണ്ടിയുടെ പെയിന്റ് ചെക്ക് ചെയ്ത് തുടങ്ങാം. നമുക്ക് ബോണറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ബമ്പർ ടു ബമ്പർ കമ്പനി ഒറിജിനൽ പെയിന്റ് ആണ് ഈ വാഹനത്തിലുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതൊന്ന് ചെക്ക് ചെയ്ത് പോയതാണ്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുകയാണ്. എല്ലായിടത്തും കമ്പനി ഒറിജിനൽ പെയിന്റ് ആണ് കിടക്കുന്നത്. ഇതുപോലെയുള്ള ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കോട്ടയം കാർസിന്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ അന്നേരം തന്നെ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ വന്നാൽ അധികം ദിവസം നമ്മുടെ കയ്യിൽ നിൽക്കുകയില്ല, പെട്ടെന്ന് തന്നെ വണ്ടി സോൾഡ് ആയി പോകും. അതുകൊണ്ടാണ് പറയുന്നത്. ഈ ഡോറിലെങ്ങ് റീപെയിന്റ് ഒന്നും വന്നിട്ടില്ല. ഗ്ലാസുകളെല്ലാം ഒറിജിനലാണ്. യാതൊരുവിധ റീപ്ലേസ്മെന്റ് ഈ വാഹനത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല. സീറോ ഡെപ്പ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, വണ്ടിയിൽ ഒരുവിധ ക്ലെയിമുകളും വന്നിട്ടില്ല. ബ്രോൺസ് കളറാണ് ഈ വാഹനത്തിന്. എപ്പോഴും ഒരു പുതുമയുള്ള കളറാണ്. കാരണം ഇത് ഇച്ചിരി ഡസ്റ്റൊക്കെ ആയാൽ പോലും ഈ വണ്ടിയിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അറിയത്തില്ല, വണ്ടി ഒന്ന് മുഷിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതുപോലെ ക്ലിയർ ആയിട്ടാണ് ഇതിൻ്റെ കളർ വരുന്നത്. ഒരിടത്ത് പോലും റീപെയിന്റ് വന്നിട്ടില്ല. ഫുള്ള് ഒറിജിനൽ കമ്പനി പെയിന്റ് തന്നെയാണ് കിടക്കുന്നത്. നമുക്ക് ഈ ഭാഗം ചെക്ക് ചെയ്യാം. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മൾ പറയുകയാണ്. കാരണം എപ്പോഴും നമുക്ക് കോൾ വരുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുമ്പോൾ തന്നെ ചോദിക്കാറുണ്ട് വണ്ടി നാട്ടിലാണോ എന്നുള്ളത്. നമ്മുടെ വണ്ടികളെല്ലാം ഡൽഹിയിലാണോ ഉള്ളത്. അപ്പോൾ നമ്മൾ പറയുന്ന റേറ്റും ഡൽഹിയിലെ ആസ്കിങ് റേറ്റ് ആയിരിക്കും. നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾക്ക് അത്യാവശ്യം വിലയുണ്ടാവും, എല്ലാവർക്കും അറിയാം. ഇത് 95,000 കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസിൽ പോയിരിക്കുന്ന വാഹനമാണ്. ഡിക്കിയിലെങ്ങും യാതൊരു വിധത്തിലുള്ള റീപെയിന്റ് വന്നിട്ടില്ല. ഈവൻ ഇതിൻ്റെ ബമ്പറുകൾ പോലും റീപെയിന്റ് ചെയ്തിട്ടില്ല. അത്രയും ഹൈ ക്വാളിറ്റിയിലുള്ള വാഹനമാണ്. നമ്മൾ ടൊയോട്ടയുടെ വണ്ടികൾ മാത്രമല്ല, പ്രീമിയം കാറ്റഗറിയിലുള്ള എല്ലാ വാഹനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ചെറിയ വണ്ടികൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹം ഏതാണോ, ഏത് വാഹനം എടുക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ വാഹനത്തിൻ്റെ വേരിയൻ്റ് ഏതാണോ, ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ വേണ്ടത്, നിങ്ങളുടെ ഒരു അപ്രോക്സിമേറ്റ് പ്രൈസ് റേഞ്ച് എത്ര വരെ പോകാം എന്നുള്ളതും പറയുക. നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള വാഹനം നോക്കിയെടുത്ത് തരുവാണ് ചെയ്യുന്നത്. നമ്മൾ ടൊയോട്ട വാഹനങ്ങൾ മാത്രമല്ല, പ്രീമിയം സെഗ്മെൻറ്റിലുള്ള എല്ലാ വാഹനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ചെറിയ വണ്ടികളാണെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ട്. പൊതുവെ ചില കമ്പനികളുടെ, മഹീന്ദ്രയുടെ, മാരുതിയുടെ, ഹുണ്ടായുടെ വാഹനങ്ങളൊക്കെ ചില വണ്ടികൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടുന്ന് എടുക്കുന്നതുകൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പോൾ അത് നമ്മളെ വിളിക്കുന്നവരോട് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഏതൊക്കെ വാഹനങ്ങൾ നമ്മളെടുത്ത് നാട്ടിൽ കൊണ്ട് രജിസ്റ്റർ ചെയ്താലാണ് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകുമെന്നുള്ളത്. അല്ലാത്തുള്ള വണ്ടികൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കാറില്ല. അതുപോലെ ഈ ഡോറിൻ്റെ ഇവിടെ ഒരു സ്ക്രാച്ച് ഉണ്ട്. അതവർ ഒന്നും ചെയ്തിട്ടില്ല, അത് ജസ്റ്റ് ടച്ച് ചെയ്ത് നിർത്തിയിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ഡോറ് റീപെയിൻറ്റ് ചെയ്യേണ്ട വന്നാലോ എന്നുള്ള ഓർത്തന്നെ അവർ ആ ജെനുവിനിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മുൻവശത്തേക്കും കൂടെ നോക്കാം. ഈ ഭാഗങ്ങളിലെങ്ങും തന്നെ റീപെയിൻറ്റ് വന്നിട്ടില്ല. നമ്മുടെ കയ്യിൽ വരുന്ന എല്ലാ വാഹനങ്ങളുടെയും വീഡിയോ ചെയ്യാൻ സാധിക്കാറില്ല. നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ചും നല്ല വണ്ടികൾ കിട്ടുന്നതനുസരിച്ചിട്ടും നമ്മൾ വീഡിയോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ എടുക്കുന്ന വണ്ടികളുടെയൊക്കെ വീഡിയോ ആ കസ്റ്റമേഴ്സിനോട് കൂടെ ചോദിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മളത് പറയാത്തത്. ഈ ഭാഗത്തും കൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓൾമോസ്റ്റ് ഫുള്ള് നമ്മൾ പെയിൻറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ട്. വാഹനത്തിൽ ഒരിടത്ത് പോലും
റീപെയിൻറ്റ് ചെയ്തിട്ടില്ല. ഹൈ ക്വാളിറ്റി വാഹനമാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് പരിശോധിക്കാം. നമ്മൾ ഓൾറെഡി വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ചെക്ക് ചെയ്ത് പെയിൻറ്റും കാര്യങ്ങളും എല്ലാം നോക്കിയതിന് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് കൃത്യമായിട്ട് കാണത്തക്ക രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഡോർ പാഡുകളും ഇതിൻ്റെ പില്ലറിൻ്റെ ഭാഗങ്ങളും ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഈ ഡോറിലേക്ക് വരുമ്പോൾ ഈ പേസ്റ്റിംഗ് എല്ലാം ഒറിജിനലാണ്. ഈ ഡോർ പാഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒന്നും ചെളിയോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ റെയറായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ കിട്ടാറുള്ളത്. വളരെ വൃത്തിക്ക് തന്നെ ഇത് സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു ഇൻറ്റീരിയർ പോളിഷും കൂടെ ചെയ്താൽ ഒന്നും കൂടെ ബെറ്ററായിട്ട് ഈ വാഹനം തിളങ്ങി നിൽക്കും. ഇനി നമുക്കിതിൻ്റെ പില്ലറിൻ്റെ ഭാഗങ്ങൾ ഒന്ന് നോക്കാം. പഞ്ചിങ് ഒക്കെ ഇതാ, ഈ ഭാഗത്തെ പഞ്ചിങ് എല്ലാം ഓക്കെയാണ്. മേളുവശത്തെയും പഞ്ചിങ് കൃത്യമായിട്ട് കാണാം. യാതൊരുവിധ വർക്കുകളും ചെയ്തിട്ടില്ല. ബോഡി ലൈൻ എല്ലാം നല്ല ക്ലിയർ ആണ്. യാതൊരുവിധ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇവിടെ വന്നിട്ടില്ല. നമ്മൾ വണ്ടിയൊന്ന് പോളിഷ് ചെയ്യേണ്ട പോലും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഡീസൽ അടിക്കുക, ഓടുക, അത്രേ ഉള്ളൂ. അത്രയും ഹൈലി മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വണ്ടിയാണ്. ഡോർപാടെല്ലാം നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള വർക്കുകൾ ഈ വാഹനത്തിൽ ചെയ്തിട്ടില്ല. സ്ട്രക്ചറൽ ഡാമേജുകളൊന്നും തന്നെ ഈ വാഹനത്തിന് വന്നിട്ടില്ല. വണ്ടി ഓടിക്കാനും അതുപോലെ നല്ല സ്മൂത്താണ്. ആകെ 95,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. ഈ വാഹനം റീസെൻ്റ്ലി സർവീസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഭാഗത്തെയും പഞ്ചിങ്ങുകൾ കൃത്യമായിട്ട് കാണാവുന്നതാണ്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും ബോഡി ലൈൻ എല്ലാം ക്ലിയർ ആണ്. ഇവിടെ ഒന്നും സ്ക്രാച്ചോ ഒന്നും വന്നിട്ടില്ല. ഇനി നമുക്ക് വണ്ടിയുടെ പുറകുവശത്തേക്ക് വരാം. പുറകുവശത്തേക്ക് വരുമ്പോഴത്തേന് ഈ രണ്ട് ടൈൽ ലൈറ്റിലും സ്ക്രാച്ചോ ക്രാക്കോ ഒന്നും വന്നിട്ടില്ല. കമ്പനി ഒറിജിനൽ ടൈൽ ലൈറ്റുകളാണ് ഇരിക്കുന്നത്. ഗ്ലാസും ഒറിജിനൽ കമ്പനി ഗ്ലാസ് ആണ് ഇതിൽ കിടക്കുന്നത്. അപ്പം ഇനി നമുക്കിത് തുറന്നൊന്ന് പരിശോധിക്കാം. ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെ പേസ്റ്റിംഗ് ഒക്കെ എല്ലാം ക്ലിയർ ആണ്. യാതൊരു വിധത്തിലുള്ള വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഭാഗത്തെയും പഞ്ചിങ്ങുകളൊക്കെ നല്ല വൃത്തിയിൽ തന്നെയാണ് ഉള്ളത്. ഈ താഴ്വശത്തേക്ക് നമ്മൾ വരുമ്പോഴത്തേന് നമുക്കിവിടുത്തെ പഞ്ചിങ് ശ്രദ്ധിക്കാം. ഇതിലൊന്നും യാതൊരുവിധ വർക്കുകളും ചെയ്തിട്ടില്ല. ഈ ഭാഗത്തും സെയിം അതേ കണ്ടീഷനിലാണ്. യാതൊരുവിധ വർക്കുകളും ഈ ഭാഗങ്ങളിലൊന്നും തന്നെ വന്നിട്ടില്ല. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ അടുത്ത വശത്തേക്ക് പോകാം. ഈ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും ബോഡി ലൈൻ എല്ലാം നല്ല ക്ലിയർ ആണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ഈ ബ്രോൺസ് കളർ. നല്ല പുതുമയാണ് ഈ കളർ. ഒരിക്കലും ഒരു ഫെയ്ഡായിട്ട് നമുക്ക് തോന്നത്തില്ല. എപ്പോഴും നല്ല വൃത്തിക്ക് തന്നെ ഇരിക്കും. ഈ ഡോർ പാഡുകളിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ പേസ്റ്റിംഗ് എല്ലാം കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് ആണ്. ഡോർ പാഡുകളൊക്കെ നല്ല വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തെ ഈ പില്ലറിൻ്റെ ഈ ഭാഗത്തെ പഞ്ചിങ്ങുകൾ കാണാം. വളരെ മനോഹരമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വാഹനമാണ്. ഈ മേളുവശത്തെയും പഞ്ചിങ്ങുകളെല്ലാം കൃത്യമാണ്. ഈ ഡോറിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയ സ്ക്രാച്ച് വന്ന് ഞാൻ ഓൾറെഡി പെയിൻറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു സ്ക്രാച്ച് വന്നിട്ട് അവർ ടച്ച് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഈ ഭാഗത്ത് റീപെയിൻറ്റ് ചെയ്തിട്ടില്ല. ഫ്രണ്ട് ഡോറിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ പേസ്റ്റിങ്ങും കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് തന്നെയാണ്. വർക്കുകളൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഡോർ പാഡും നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ സ്വിച്ചുകളിലൊന്നും വലിയ ഡാമേജുകളൊന്നും തന്നെ വന്നിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ എൻജിൻ റൂം തുറന്ന് എൻജിൻ റൂം ഒന്ന് കാണാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തതിൻ്റെ സൗണ്ടും നമുക്കൊന്ന് കേൾക്കാം. ചാബി ആപ്കെ പാസ് ഹൈ? ബോണറ്റിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ പേസ്റ്റിംഗ് എല്ലാം കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് തന്നെയാണ്. യാതൊരുവിധ വർക്കുകളും ഇതിൻ്റെ ബോണറ്റിലൊന്നും ചെയ്തിട്ടില്ല. താഴെ വശത്തേക്ക് വരുമ്പോഴും ഇവിടുത്തെ വയറിങ്ങിൻ്റെ ഒക്കെ ക്വാളിറ്റി നമുക്ക് കാണാം. യാതൊരുവിധ വർക്കുകളും ഇതിൽ ചെയ്തിട്ടില്ല. പുതിയ ബാറ്ററിയാണ് ഇതിലിരിക്കുന്നത്. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഈ ക്രോസ് ബാറിലൊന്നും യാതൊരുവിധ വർക്കുകളും ചെയ്തിട്ടില്ല. കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്കിവിടെ കാണാവുന്നതാണ്.
ഈ വശത്തേക്ക് വരുമ്പോഴും ഈ അപ്രോണിൻ്റെ ഭാഗത്തും യാതൊരുവിധ വർക്കുകളും ചെയ്തിട്ടില്ല. വണ്ടി നല്ല ക്ലീൻ ക്വാളിറ്റിയിലുള്ള വാഹനമാണ്. ഇനി നമുക്കിത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. വണ്ടിയുടെ സൗണ്ട് എല്ലാവർക്കും കൃത്യമായിട്ട് കേൾക്കാം. നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു എൻജിനാണ്. യാതൊരു വിധ വർക്കുകളും വന്നിട്ടില്ലാത്ത വണ്ടിയാണ്. നല്ല അടിപൊളിയാണ് വാഹനം ഓടിക്കാനായിട്ട്. നല്ല സ്മൂത്താണ് വാഹനം ഓടിക്കാനായിട്ട്. 95,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇത് റീസെൻ്റ്ലി സർവീസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഓയിലിൻ്റെ കളർ തന്നെ കാണുമ്പോൾ അറിയാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സർവീസ് ചെയ്തതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൻ്റെയും ടയറിൻ്റെയും ഭാഗങ്ങളിലേക്ക് പോകാം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേന് ഡോർപാടുകളൊക്കെ വളരെ വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് സ്റ്റിയറിങ്ങിൻ്റെ സ്വിച്ചുകളൊന്നും ഫെയ്ഡായിട്ടൊന്നുമില്ല. ഈ സെൻട്രൽ കൺസോളിലേക്ക് വരുമ്പോഴത്തേന് വളരെ വൃത്തിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. AC-യുടെ വെൻറ്റുകളിലൊന്നും ക്രാക്കൊന്നും വന്നിട്ടില്ല. ഇതിൻ്റെ സീറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ അറിയാം, ഈ സെഡ് വേരിയൻറ്റിൽ വരുന്നത് നമ്മുടെ ലെതർ സീറ്റുകളാണ്. കമ്പനി ഒറിജിനൽ ലെതർ സീറ്റുകൾ തന്നെയാണ് ഈ വാഹനത്തിലുള്ളത്. അതും നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറകുവശത്തെ സീറ്റുകളിൽ ഒന്ന് കാണാം. പുറകു നിരയിലേക്ക് വരുമ്പോഴത്തേന് പുറകിലത്തെ സീറ്റുകൾ വളരെ മനോഹരമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. യാതൊരുവിധ ഡാമേജോ ഒന്നും തന്നെ ഇതിൽ വന്നിട്ടില്ല. കമ്പനി ഒറിജിനൽ ലെതർ സീറ്റുകൾ തന്നെയാണ് ഇതിലുള്ളത്. ഏറ്റവും പുറകിലത്തെ നിരയിലേക്ക് വരുമ്പോഴും ആ സീറ്റുകളിലും യാതൊരുവിധ ഡാമേജും ഒന്നും തന്നെ വന്നിട്ടില്ല. റൂഫിലേക്ക് വരുമ്പോഴത്തേന് റൂഫൊക്കെ വളരെ വൃത്തിയിൽ തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. യാതൊരു വിധത്തിലുള്ള ചെളിയോ ഒന്നും തന്നെ ഇതിൽ വന്നിട്ടില്ല. ഇനി നമുക്ക് ടയർ കാണാം. ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് 4 പുതിയ ടയറാണ് ഇതിൽ കിടക്കുന്നത്. ബ്രിഡ്സ്റ്റോണിൻ്റെ പുതിയ ടയറുകളാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റെപ്പിനി നോക്കാം. ഇതിൻ്റെ സ്റ്റെപ്പിനി അൺയൂസ്ഡ് ആണ്. ഇത് 100% ഉള്ള സ്റ്റെപ്പിനി തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ അധികം ദിവസം നമുക്ക് നിൽക്കത്തില്ല, പെട്ടെന്ന് തന്നെ വണ്ടി പോകും. അതുകൊണ്ട് കൂടുതൽ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അന്നേരം തന്നെ വിളിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളോട് പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട്, ഇതെന്താ വീഡിയോകൾക്കെല്ലാം ഗ്യാപ്പ് വരുന്നെന്നുള്ളത്. നമുക്ക് പൊതുവെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് കൂടുതലും നമ്മുടെ അടുത്ത് ഡൽഹിയിൽ വന്ന് നമ്മളുടെ കയ്യിൽ നിന്ന് വാഹനം വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ അവരുടെ കൂടെ തീർച്ചയായിട്ടും പോകണം. അങ്ങനെ പോയി അവർക്ക് വേണ്ട വാഹനങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തെടുത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ വാഹനങ്ങളുടെയും വീഡിയോ നമുക്ക് ഒരിക്കലും ചെയ്യാനും പറ്റാറില്ല. ഇപ്പോൾ നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നും ഒക്കെ വണ്ടികൾ എടുത്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഉറപ്പായിട്ടും വണ്ടി വാങ്ങിയ ആളുകളുമായിട്ടുള്ള റിവ്യൂ വീഡിയോ ഉടനെ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മളോട് വിളിച്ച് ചോദിക്കുന്ന ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ നമുക്ക് ലോണിൻ്റെ ഫെസിലിറ്റി ഓപ്പൺ ആവുകയാണ്. നമ്മൾ ഇനിയുള്ള വാഹനങ്ങളിൽ നമുക്ക് ലോണും ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ അതിന് വേണ്ട അറേഞ്ച്മെൻറ്റ്സ് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സിബിലിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാഹന വിലയുടെ 80% വരെ ലോൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ ഡയറക്റ്റ് നിങ്ങളെ ലോൺ ചെയ്യുന്ന ആളുകളുമായിട്ട് കണക്ട് ചെയ്ത് തരും. ബാക്കി നിങ്ങൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്താണോ, നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ സിവിൽ ചെക്ക് ചെയ്യുകയും നിങ്ങൾ ലോൺ കിട്ടാനായിട്ട് നിങ്ങൾ യോഗ്യനാണെങ്കിൽ ഉറപ്പായിട്ടും അവർ നിങ്ങൾക്ക് ലോൺ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ഒരു അയ്യോ നമുക്ക് പെട്ടെന്ന് ഫുള്ള് പേയ്മെൻറ്റ് കൊടുത്ത് വാഹനം എടുക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഗുണപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞാൽ. നമുക്കിനി ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആയിരിക്കും. അതുപോലെ നമ്മുടെ വാഹനം എപ്പോഴും ഡൽഹിയിലാണുള്ളത്. അപ്പോൾ സംശയം ചോദിക്കും, ഡൽഹിയിലുള്ള ഒരു വാഹനത്തിന് പെട്ടെന്ന് തന്നെ ലോൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അത് നമ്മളല്ല പറഞ്ഞു തരുന്നത്, അത് നമ്മൾ ഡയറക്റ്റ് അവരെയായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് തരും. നിങ്ങൾ അവരെയായിട്ട് സംസാരിച്ച് തീരുമാനത്തിലെത്തുക, എന്നിട്ട് വണ്ടി എടുക്കാനുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ നമുക്ക് ഇനി ഈ വാഹനത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേന് 2018 മാനുഫാക്ചറിങ്, 18 രജിസ്ട്രേഷനിൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വെറും 95,000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡ്സോട് കൂടി യാതൊരുവിധ റീപ്ലേസ്മെൻറ്റോ റീപെയിൻറ്റോ ഇല്ലാത്ത ബമ്പർ ടു ബമ്പർ ഒറിജിനൽ പെയിൻറ്റും
ഉള്ള വാഹനമാണിത്. അപ്പോൾ ഈ വാഹനത്തിന് ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 16,40,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. പക്ഷെങ്കിൽ ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് ഒന്നും നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. കാരണം വണ്ടിയുടെ ക്വാളിറ്റി അതുപോലെയാണ്. നിങ്ങൾ ടയറിൻ്റെ കണ്ടീഷൻ കണ്ടുള്ളൂ. 4 പുതിയ ടയറാണ്. സ്റ്റെപ്നി അൺയൂസ്ഡ് ആണ്. 0 ഡെപ്പ് ഇൻഷുറൻസ് ഈ വർഷം അവസാനം വരെ ഈ വാഹനത്തിന് വാലിഡ് ആണ്. അപ്പോൾ ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കൊടുത്തിരിക്കുന്ന കോട്ടയം കാർസിൻ്റെ നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിനെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അറിയിക്കുക. നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ, നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തിരുത്തു വരുത്താനുണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളോട് പറഞ്ഞു തരിക. തീർച്ചയായിട്ടും അതെല്ലാം തിരുത്തി മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമ്മൾ അടുത്തൊരു അടിപൊളി വാഹനത്തിന് വിശേഷമായിട്ടും വീണ്ടും കാണുന്നവരേക്കും ബൈ.